പാർട്ടിക്കുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ട വിവാദങ്ങൾക്ക് നടുവിൽ ജോസ് കെ മാണിയുടെ കേരള യാത്രയ്ക്ക് ഇന്ന് സമാപനം. വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് യാത്ര തീരുമാനിച്ചത് എന്ന് തുറന്നടിച്ച പി ജെ ജോസഫ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. രണ്ടില പിളരാതെ പി ജെ ജോസഫിനെ എങ്ങനെ ഒപ്പം നിർത്തും എന്ന വലിയ വെല്ലുവിളിയാണ് ഇനി മുന്നിലുള്ളത്. കേരള കോൺഗ്രസ് എമ്പിൽ പിളർപ്പിന്റെ സാധ്യതകൾ തുറന്നിട്ടാണ് ജോസ് കെ മാണിയുടെ കേരള യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. കഴിഞ്ഞ മാസം 24-ന് കാസർഗോഡ് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറിയ പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് തന്നെയാണ് ആദ്യ വെടി പൊട്ടിച്ചത്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനപ്പുറം പാർട്ടി നിയന്ത്രണം ജോസ് കെ മാണിക്ക് നൽകുന്നതിന് മുന്നോടിയാണ് യാത്രയെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു ജോസഫിന്റെ അടി. UDF സീറ്റ് 2 സീറ്റിൽ ഏതെങ്കിലും സീറ്റ് വരുമ്പോൾ കഴിഞ്ഞ UDF തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. 77 മുതലുള്ള സ്ഥിതിയാണ് കേരള കോൺഗ്രസ് 2 സീറ്റ് എന്നുള്ളത് ഈ ഐക്യ ജനാധിപത്യം. കിട്ടില്ലെന്നുറപ്പുള്ള 2ാം സീറ്റ് ആവശ്യം പി ജെ ജോസഫ് ഉന്നയിച്ചതും മാണിക്കുള്ള ചെക്കാണ്. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്തപ്പോൾ ലോക്സഭാ സീറ്റ് ജോസഫ് വിഭാഗത്തിന് വേണം എന്നതാണ് ന്യായം. പ്രധാന നേതാവ് എന്ന നിലയിൽ പി ജെ ജോസഫ് സാറ് മത്സരിക്കേണ്ടത് ജയിക്കാൻ ആവശ്യമാണ് എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കേണ്ട വിഷയമാണ്. കോട്ടയത്തിന് പകരം ഇടുക്കിയെടുത്ത് അവിടെ പി ജെ ജോസഫിനെ മത്സരിപ്പിക്കുക എന്നതാണ് ജോസഫ് വിഭാഗത്തിന്റെ മനസ്സിലിരിപ്പ്. ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകിയില്ലെങ്കിൽ പിളർപ്പിനുള്ള സാധ്യത തള്ളാനാവില്ല. സീറ്റ് വിട്ടുകൊടുക്കാതെ എങ്ങനെ പിളർപ്പ് ഒഴിവാക്കാം എന്ന വലിയ വെല്ലുവിളിയാണ് KM മാണിക്കും ജോസ് കെ മാണിക്കും മുന്നിലുള്ളത്. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഉച്ചയ്ക്ക് 2:30 പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധര റാവുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക സംബന്ധിച്ചാണ് പ്രധാന ചർച്ച. സ്ഥാനാർത്ഥികളുടെ സാധ്യതകൾ വിവരിച്ചു നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ പട്ടിക വേണ്ടത്ര ചർച്ചകളില്ലാതെയാണെന്ന് പാർട്ടിക്കകത്തുനിന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു.